നമുക്ക് നമ്മുടെ മുമ്പിൽ കുറെ കോഴിക്കാലുകൾ ഇരിക്കട്ടെ. കോഴിക്കാല് സമൂസ, അല്ല കോഴിയുടെ കാല് വെച്ചിട്ടുള്ള സമൂസ. നമ്മുടെ മസാലപ്പൊടികൾ ഇടാനുള്ള പരിപാടി നോക്കാം. അപ്പൊ നമ്മുടെ മുളക് പൊടിയും തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മുടെ മുളക് പൊടി എടുത്ത് നേരെ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ഇട്ടങ്ങോട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയാണേ. ഇനി ഗരം മസാല പൊടിച്ചത്, ഇതിപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ, പിന്നീട് നമ്മളതൊക്കെ ആഡ് ചെയ്യുവേ. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി ഇതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണേ. ഇനി നമ്മുടെ കൈ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റവ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്നും ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ വേവിക്കാൻ ഇട്ട് കൊടുക്കണം നമ്മൾ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മസാലയൊക്കെ തേച്ച് വെച്ച് നമ്മുടെ ചിക്കൻ സെറ്റിൽ ആവാനായിട്ട് വെച്ചായിരുന്നു. ആദ്യം നമ്മൾ പടപ്പത്ത് കയറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കൻ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ക്യാരറ്റും ഗ്രീൻ പീസും നമ്മൾ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അരിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാട്ടോ. ഓ അടിപൊളി, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്തിങ്ങനെ മാറ്റാം. ആഹാ, നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് മീറ്റ് മാത്രമായിട്ടേ. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാനുള്ളതാണേ. അതിന് വെച്ചാൽ പോലെ നമ്മുടെ സമൂസയ്ക്കുള്ള മസാലയുടെ പരിപാടികൾ നമ്മൾ നോക്കാണ്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ വേണം. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ക്യാപ്സിക്കും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും അതുപോലെ നമ്മുടെ പച്ച പട്ടാണി, അതായത് പച്ച ഗ്രീൻ പീസും നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു എരിവ് വേണേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മസാല സെറ്റായി വരണേ. അപ്പോൾ നമ്മുടെ ചിക്കനും മസാലയും കൂടി നല്ലോണം മിക്സായി വരണേ. അപ്പോൾ ഇനി നമ്മുടെ സമൂസ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സമൂസ ഒട്ടിക്കാനുള്ള പശ ഉണ്ടാക്കണം. അപ്പോൾ 2 കുഞ്ഞി സ്പൂണാണ് നമ്മൾ ഫില്ലിങ് ഇടുന്നത്. കണ്ട, ഇപ്പോൾ ഫില്ലിങ് ഇടുന്നു. നമ്മുടെ കോഴിക്കുട്ടൻ്റെ എല്ല് ഇതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതിങ്ങനെ ചുറ്റിയെടുത്ത് നമുക്ക് ഒട്ടിക്കണം കേട്ടോ. ഇവിടെ സമൂസ സെറ്റാക്കി എടുക്കുന്നത്. ഇനി ഇത് നേരെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എണ്ണയിലിട്ട് വറക്കാനുള്ളതാണേ. ഓരോന്നോരോന്നായിട്ടിട്ട് ഇത് എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടേ. ഇങ്ങനെ മച്ചാമാരെ നമ്മുടെ ചുട്ടെടുത്ത കോഴിക്കാല് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിച്ചു നോക്കണ്ടേ നമുക്ക്. അപ്പം നല്ലൊരു കോഴിക്കാല് സമൂസ ഏതെടുക്കും? നിങ്ങൾ നേരത്തെ കഴിച്ചോളൂ. ഇതാണ് കള്ളന്മാരാണ് എന്നെ കൂട്ടാണ്ട് കഴിച്ചു. അപ്പോൾ ഈ നല്ല കോഴിക്കാല് സമൂസ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതെടുത്തിട്ട് മോനെ കിടു സാധനം.